ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ. രണ്ട് പ്ലാന്റ് വെച്ചുള്ള കോംബോകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മാക്സിമം റീസണബിൾ പ്രൈസിലാണ് നമ്മൾ കോംബോ ഇട്ടിരിക്കുന്നത്. 380 കോംബോയുടെ റേറ്റ്, 380. അതും ഇതിൽ വെച്ചിരിക്കുന്ന കോംബോയിൽ ഒരു പ്ലാന്റ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും. ഈ കോംബോയിലുള്ളത് ഒരെണ്ണം ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതായത് രണ്ട് പ്ലാന്റിൽ ഒരെണ്ണം ഡബിൾ ഷൂട്ട് പ്ലാന്റ്, ഒരെണ്ണം സിംഗിൾ പ്ലാന്റ്, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ CC വന്നിട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ കേരളത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതയക്കാൻ 60 രൂപയാണ് CC വരുന്നത്. പ്ലാന്റ്സ് ധാരാളം കൂടുമ്പോഴാണ് 70 രൂപ വരാം, അല്ലെങ്കിൽ 60 നമ്മുടെ നോർമൽ CC വരുന്നത് കേട്ടോ. കൊറിയർ വന്നിട്ട് മൺഡേ ആണ്. പിന്നെ കഴിഞ്ഞ തവണ നമ്മളിട്ട വീഡിയോ നമുക്കത് എന്താ പറയുക, എല്ലാം സോൾഡ് ഔട്ടായി. ഒത്തിരി ആൾക്കാർ അഗ്ലോണിമയുടെ കോംബോ ചോദിക്കേണ്ടത് ഇല്ല, എല്ലാം സോൾഡ് ഔട്ടാണ് കേട്ടോ അതിനകത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഒരെണ്ണം റൈസ് നാരോയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഈ കോംബോയിൽ വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റും മാക്സിമം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റുകളൊന്നും നമ്മൾ വെച്ചിട്ടില്ല, എല്ലാം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് റൈസ് നാരോ ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഗ്രീൻ സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇത് 2 ഷൂട്ടായുള്ള പ്ലാന്റ് ആണ് കേട്ടോ, ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കോംബോ വരുന്നത് കേട്ടോ. 380 റേറ്റ് വരുന്നത്. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഈ ഒരു പ്ലാന്റ്, ഇത് നമുക്ക് വാലന്റൈൻ ആണോ ബ്യൂട്ടി ആണോ എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ടാണ്. കുറേ എണ്ണത്തിൽ വന്നാലേ ലേബൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയണുണ്ടായിരുന്നില്ല ഈ ഒരു പ്ലാന്റ്. ഇതിനകത്ത് കുറേ ഷൂട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റ്, പിന്നെ ഇതൊരു ഷൂട്ട്, പിന്നെ ഇതൊരു ഷൂട്ടാണ്, ഇത് വേറെ ഷൂട്ട്, ഇത് വേറെ, അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ്. അതിൻ്റെ കൂടെ വരുന്നത് ബ്ലാക്ക് മെറൂണിൻ്റെ ഒരു പ്ലാന്റാണ്. ബ്ലാക്ക് മെറൂൺ അധികം ഹൈറ്റ് വെക്കാത്ത വെറൈറ്റിയാണ് കേട്ടോ, കാരണം നമുക്ക് ഇതുവരെ കിട്ടിയുള്ളതൊക്കെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. മാക്സിമം വലിപ്പമാണെന്ന് തോന്നുന്നത്. ഇതിലും വിട്ട് ഹൈറ്റ് വെച്ചാൽ അത് എനിക്ക് കിട്ടിയിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല ഇറക്കിയിട്ട് ഇതുവരെ. ഇതാണ് മാക്സിമം വരുന്നത്. ചെറിയ പ്ലാന്റ് തന്നു അങ്ങനെ വിചാരിക്കരുത് ആരും. മാക്സിമം വരുന്ന വലിപ്പം ഇതാണ് കേട്ടോ, ബ്ലാക്ക് മെറൂൺ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വരുന്നത് കേട്ടോ. തേർഡ് കോംബോ വന്നിട്ട് ഇതാണ്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ 10 ക്യാരറ്റിൻ്റെ നല്ല കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് പിങ്ക് ആണ് കേട്ടോ. ഇത് ഡബിൾ ഷൂട്ടായുള്ള ഡയമണ്ട് പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഇതാണ് നമ്മുടെ തേർഡ് കോംബോ വരുന്നത് കേട്ടോ. പിന്നെ ഫോർത്ത് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ, ഈ ഒരു ബ്യൂട്ടിയുടെ പ്ലാന്റും. ഇത് ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റ് ആണ്, ഡബിൾ ഷൂട്ട് പ്ലാന്റ്. ഇതിൻ്റെ കൂടെ വരുന്നത് പീച്ച് നാരോ ഇല്ലേ, ഇതിൻ്റെ നാരോ, അതാണ് കേട്ടോ വരുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, പെട്ടെന്ന് ഗ്രോത്ത് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ. ഡെയിലി വലിപ്പം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ലീഫ് ഇത് വിരിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അടുത്ത ലീഫ് അടിയിൽ നിന്ന് വരുന്നുണ്ട് കണ്ടോ. ഈ കാണുന്നത് നെക്സ്റ്റ് ലീഫാണ് കേട്ടോ. ഇതാണ് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, തീരെ ചെറിയ പ്ലാന്റ് ഒന്നല്ല. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് സെൻസ്റ്റാറിൻ്റെ അല്ലെങ്കിൽ മഹാഷട്ടി എന്നറിയില്ലേ, അതിൻ്റെ ഒരു പ്ലാന്റും, പിന്നെ ഇതിൻ്റെ പേര് വന്നിട്ട് റൂബി ബാത്തിക്കാന്ന് തോന്നുന്നു, അത് കേട്ടോ. ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് എക്സ്ട്രാ വേറൊരു പ്ലാന്റ് ആണ്, ഡബിൾ ഷൂട്ട് പ്ലാന്റ്. ഇത് നല്ല കരുത്തുള്ള പ്ലാന്റ് ആട്ടോ, എളുപ്പം കംപ്ലൈൻറ്റ് വരാത്ത വെറൈറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ കോംബോകൾ ഇതൊക്കെയാണ് വരുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ഇന്നത്തെ കോംബോകൾ വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും കോംബോകൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. മാക്സിമം നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പോരാത്തിന് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് എല്ലാ കോംബോയിലും ഒരെണ്ണം ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്ലാന്റ് ഓർഡർ തന്നിട്ട് വാങ്ങാത്തവരൊന്ന് മെസ്സേജ് അയയ്ക്കുക. ഒരാഴ്ച 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് 1 മാസമൊക്കെ എത്തി തുടങ്ങി ആൾക്കാരുടെ. അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചത് മാക്സിമം വാങ്ങാൻ നോക്കുക. കാരണം എനിക്കിവിടെ വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും ഇന്നിപ്പോൾ രാവിലെ നനച്ച് നേരമ്പളേക്ക് അടുത്ത ട്രിപ്പ് നനച്ചു തുടങ്ങി. അത്രയും പറഞ്ഞ് ഡ്രൈ ആവുക ചെടികൾ. പിന്നെ ഈ കോക്കോപ്പീരിലിരിക്കണ കാരണം കാറ്റ് കാരണം ഒക്കെ മറിഞ്ഞ് വീഴുക എല്ലാ പ്ലാന്റ്സും. ഞാൻ എപ്പോഴും എനിക്കിത് നടാതിരിക്കാനും നേരം, നമുക്കിവിടെ കിണറൊക്കെ വെച്ചിരിക്കുകയാണേ. അപ്പോൾ മാക്സിമം ഓർഡർ തന്നവർക്ക് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ പ്ലാന്റുകൾ. കാരണം വെള്ളമുള്ളപ്പോഴാണ് എനിക്ക് ഇത്ര പ്രശ്നം വരില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ CC സെപ്പറേറ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, കൊറിയർ മൺഡേ ആണ് കേട്ടോ.